നമ്മൾ ഒബ്ജക്റ്റീവ് ഒക്കെ നോക്കിയായിരുന്നു. ഡിസ്ക്രിപ്റ്റീവ് 60 മാർക്കിനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൽ പ്രിസൈസ് ഉണ്ടാവും, കോംപ്രഹെൻഷൻ ഉണ്ടാവും, ഷോർട്ട് എസ്സേസ് ഉണ്ടാവും. അപ്പോൾ എങ്ങനെയാണ് 60 മാർക്ക് എന്നുള്ളത് നമുക്കറിയത്തില്ല. ഓക്കെ, അപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് എക്സാമിന് പ്രിസൈസ്, കോംപ്രഹെൻഷൻ, ഷോർട്ട് എസ്സേസ് അല്ലേ, 60 മിനിറ്റ് 60 മാർക്ക്. ഓക്കെ, അപ്പോൾ എങ്ങനെയായിരിക്കും 60 മാർക്കിന് ചോദിക്കണമെന്ന് യാതൊരു ഐഡിയ ഇല്ല, ഒരിടത്തും പറഞ്ഞിട്ടില്ല. അത് അവർ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ പ്രിസൈസ് മാക്സിമം 10 മാർക്കിനെ ചോദിക്കാൻ സാധ്യതയുള്ളൂ. അപ്പോൾ ഇതും ഒരു 10 മാർക്കിന്. അപ്പോൾ ബാക്കി 40 എസ്സേ വരുമോ? ഇപ്പോൾ 2 എസ്സേ ചോദിക്കാനുള്ള സാധ്യത ഉണ്ടാകണം അങ്ങനെയാണെങ്കിൽ. ഓക്കെ, 2 എസ്സേ ആകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. 60 മിനിറ്റ് കൊണ്ട് എങ്ങനെ 2 എസ്സേ എഴുതി തീർക്കും എന്നുള്ളത് ഒരു ഐഡിയ ഇല്ല. 40 മാർക്കിന് 2 എസ്സേ അങ്ങനെയാണെങ്കിൽ. അപ്പോൾ ഇത് 10, ഇത് 10, അങ്ങനെയാണെങ്കിൽ 60 മാർക്കിന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ കോംപ്രഹെൻഷൻ 20 മാർക്കും, ഇത് 20 മാർക്ക്, ഇത് 10, 50 ആവുന്നുള്ളൂ. ഇതെങ്ങനെ 60 മാർക്കിൽ എത്തിക്കുമെന്ന് എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ല. പ്രിസൈസ് 10 മാർക്കിന് കാണാനുള്ള സാധ്യതയുള്ളൂ, 20 മാർക്കിനുള്ള സാധ്യത വളരെ കുറവാണ് പ്രിസൈസ്. കോംപ്രഹെൻഷൻ ഓക്കെയാണ്, 20 മാർക്കിന് അഡ്ജസ്റ്റ് ചെയ്യാം. എസ്സേയുടെ കാര്യം അറിയാൻ വയ്യട്ടെ, 2 എസ്സേ കാണാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അതാണ് സാധ്യതയെന്ന് തോന്നുന്നുണ്ട്. 20 + 20 അങ്ങനെ ആവാനുള്ള സാധ്യത ഉണ്ട്, നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. ഓക്കെ, എസ്സേ. അപ്പോൾ എസ്സേ പ്രധാനപ്പെട്ട കുറച്ച് എസ്സേകൾ നിങ്ങൾ നോക്കി വെച്ചിരിക്കുക. കോവിഡുമായി ബന്ധപ്പെട്ട എസ്സേ കഴിഞ്ഞ പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലത്തെ ഒരെണ്ണം എക്സ്പെക്ട് ചെയ്യാം. അതുപോലെ തന്നെ പോസ്റ്റ് കോവിഡിന് ശേഷമുള്ള കാര്യങ്ങൾ വേണമെങ്കിൽ ചോദിക്കാം പരീക്ഷയ്ക്ക്. ഓക്കെ, അതൊക്കെ എക്സാമിന് പ്രതീക്ഷിക്കാവുന്നതാണ്. അതൊന്നും നിങ്ങൾ നോക്കണേ. പോസ്റ്റ് കോവിഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളില്ലേ, അതൊക്കെ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ആനുകാലിക സംഭവങ്ങളെ പറ്റിയൊക്കെ കുറെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആനുകാലിക സംഭവങ്ങൾ അല്ലാത്തതും ചോദിക്കാം. നമ്മുടെ സാമൂഹിക പ്രശ്നങ്ങൾ അല്ലാത്തതായിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളും നമുക്ക് വേണമെങ്കിൽ പരീക്ഷയ്ക്ക് ചോദിക്കാം. ജസ്റ്റ് ഒരു ചൈൽഡ് ലേബറിനെ പറ്റി അല്ലെങ്കിൽ വുമൺ എംപവർമെന്റ്, അത്തരം രീതിയിലുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കാം വേണമെങ്കിൽ. അല്ലെങ്കിൽ ലൈഫിന്റെ കാര്യത്തെ പറ്റി എന്തെങ്കിലും കാര്യം ചോദിക്കാം. ഓക്കെ, അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ നോക്കി വെക്കേണ്ടതായിട്ട് വരും. ഏതാണ്ട് ഒരുപാടങ്ങ് തേടി പഠിക്കാതെ ഉള്ള കാര്യങ്ങളിൽ മാക്സിമം പോയിന്റ്സ് എഴുതിയെടുക്കാൻ ശ്രമിക്കുക. പോയിന്റ്സ് എഴുതിയെടുത്ത് വെച്ചിരിക്കണം, ആവശ്യം വരും എന്തായാലും. അല്ലാതെ ബ്ലാങ്ക് ആയി പോകരുത് ആ സമയത്ത്. അപ്പോൾ മാക്സിമം പോയിന്റ്സ് എഴുതി വെച്ചിരിക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് ഓർത്തിരിക്കേണ്ടത്. 60 മിനിറ്റ് 60 മാർക്ക്. ഓക്കെ, എത്രയാണെന്നുള്ളത് പറഞ്ഞിട്ടില്ല. പ്രിസൈസ്, കോംപ്രഹെൻഷൻ, ഷോർട്ട് എസ്സേസ്, ഇത്രയും മാത്രമേ കൊടുത്തിട്ടുള്ളൂ. 2 എസ്സേ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്, തള്ളിക്കളയാൻ പറ്റത്തില്ല. ഓക്കെ, പിന്നെ ഇന്റർവ്യൂ. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം എന്തൊക്കെയാണ് എസ്സേക്കുള്ളത് നോക്കാനുള്ളത്. അപ്പോൾ ഞാൻ ഒരു എസ്സേ ഇവിടെ ജസ്റ്റ് ഒന്ന് കാണിക്കാം. നിങ്ങൾ കണ്ടിട്ടുള്ളതായിരിക്കും, ഗ്രൂപ്പിൽ തന്നെ ഇട്ടിട്ടുള്ളതാണ്. ഓക്കെ, അതായത് എക്കണോമിക്, പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ഇമ്പാക്ട് ഓഫ് COVID-19 പാൻഡമിക്. നമ്മൾ തുടക്കത്തിൽ ഇട്ടുണ്ടായിരുന്ന ഒരു ക്വസ്റ്റൻ ആണ്. ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, എക്കണോമിക്, പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ഇമ്പാക്ട് ഓഫ് COVID-19 പാൻഡമിക്. അപ്പോൾ ഇവിടെ എന്തൊക്കെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് നോക്കാം. കൊറോണ വൈറസ് എന്നാണ് റിപ്പോർട്ട് ചെയ്തെന്നുള്ളത് കൊടുത്തിട്ടുണ്ട് അല്ലേ, 31 ഡിസംബർ 2019. അതുപോലെ തന്നെ 2 വർഷമായി കൊറോണ പാൻഡമിക് മനുഷ്യ ജീവിതത്തെ ഒരുപാട് ബാധിക്കുന്നുണ്ട്. ദ ഇമ്പാക്ട് ഓഫ് COVID-19 ഈസ് ഒബ്സർവ്ഡ് ഇൻ എവറി സെക്ടർ. എവിടെയൊക്കെയാണ്? എക്കോണമി, എഡ്യൂക്കേഷൻ, ഇൻഡസ്ട്രി, ടൂറിസം, എക്സെട്ര. ഓക്കെ, ഇത്തരം കാര്യങ്ങളെല്ലാം മെൻഷൻ ചെയ്യണം. ഇനി അതുപോലെ തന്നെ ലോക്ക്ഡൌൺ പീരീഡിലാണ് കൂടുതലായിട്ട് ഇതിനെ ബാധിക്കേണ്ടായത്. പിന്നെ കൊറോണ വൈറസ് കൂടിയ സമയത്തേക്കും ഗവൺമെന്റ് എന്ത് ചെയ്തു? ട്രാൻസ്പോർട്ട് സർവീസസ് ലോക്ക് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ ഓൾ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് ഓഫീസ് അടച്ചു, അതുപോലെ ഫാക്ടറീസ് അടച്ചു, പിന്നെ മൊബിലൈസേഷനും റെസ്ട്രിക്ട് ചെയ്തു. ഓക്കെ, സൊസൈറ്റൽ ഇമ്പാക്ട്സ് ആർ ജോബ് ലോസ് അല്ലെ, മെന്റൽ ഇൽനസ്, ഇൻക്രീസ്ഡ് ഡൊമസ്റ്റിക് വയലൻസ് ഉണ്ടായി. ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ പറയാം. പിന്നെ പോസിറ്റീവ് എഫക്റ്റ് ആയിട്ട് പറയാവുന്ന എന്താണ്? എയർ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്തു അല്ലെ, വാട്ടർ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്തു, പിന്നെ വൈൽഡ് ലൈഫിന് ഇംപ്രൂവ് ആയി. പിന്നെ എന്താണ്? സസ്റ്റൈനബിലിറ്റി ഓഫ് സച്ച് ഇമ്പാക്ട് ഈസ് കണ്ടീഷണൽ അപ്പോൺ പോസ്റ്റ് കോവിഡ് ആൻഡ് ദ പീപ്പിൾസ് ഹാബിറ്റ്സ് ആൻഡ് ഫ്യൂച്ചർ പോളിസീസ് റിലേറ്റഡ് ടു ദ എൻവയോൺമെന്റ്. പിന്നെ അതുപോലെ തന്നെ അൺസ്റ്റേബിൾ ആയിട്ടുള്ള എൻവയോൺമെന്റ്, അതുപോലെ തന്നെ ലോസ് ഓഫ് ബിസിനസ് ആക്ടിവിറ്റീസ്, ലോസ് ഓഫ് എംപ്ലോയ്മെന്റ്. ഓക്കെ, ഇത്തരം കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കും. പിന്നെ എന്താണ്? സ്കൂളും കോളേജും ക്ലോസ് ചെയ്ത കാര്യം, ഹാവ് ബീൻ ഫോഴ്സ്ഡ് ടു ക്ലോസ് ഡ്യൂ ടു ലോക്ക്ഡൌൺ റെസ്ട്രിക്ഷൻ ഇമ്പോസ്ഡ് അറൌണ്ട് ദ വേൾഡ് ആസ് പാർട്ട് ഓഫ് ഫൈറ്റ് അഗൈൻസ്റ്റ് ദ എപ്പിഡമിക്. പിന്നെ എന്താണ്? It has affected millions of girls and older women alike. These developments are having devastating effect on the lives of women. പിന്നെ സോഷ്യൽ ഡിസ്റ്റൻസിന്റെ കാര്യം പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വന്നു? എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രി അടച്ചിടേണ്ടതായിട്ട് വന്നു അല്ലേ. മൂവി തിയേറ്റേഴ്സ്, സ്പോർട്സ്, അത്തരം കാര്യങ്ങളെല്ലാം നമുക്ക് ക്ലോസ് ചെയ്യേണ്ടതായിട്ട് വന്നു. പിന്നെ അതുപോലെ തന്നെ സർവീസ് സെക്ടറായ റെസ്റ്റോറൻറ്റ്സ്, ബ്യൂട്ടി സലൂൺസ്, ബാർബർ ഷോപ്പ് എല്ലാം അടച്ചിടേണ്ടതായിട്ട് വന്നു. സർവീസ് സെക്ടറിനെ കൂടുതലായിട്ട് ബാധിക്കുകയുണ്ടായി അല്ലേ. നമ്മുടെ റെസ്റ്റോറൻറ്റ്സ്, ബ്യൂട്ടി സലൂൺസ്, ബാർബർ ഷോപ്പ്, ഇത്തരം കാര്യങ്ങളെല്ലാം അടച്ചിടേണ്ടതായിട്ട് വന്നു. അതുപോലെ തന്നെ നമ്മൾ ഓർത്തിരിക്കേണ്ടത് ലാർജ് കമ്പനീസ്, അതായത് വൻകിട കമ്പനികൾക്കല്ല അവിടെ കൂടുതൽ കടമുണ്ടായത്. എന്താണ്? ഡെയിലി വേജ് ആയിട്ടുള്ള ലേബേഴ്സിനും അതുപോലെ ലോ ഇൻകം പീപ്പിൾസിനുമാണ് പ്രധാനമായിട്ടും ഈ COVID-19 കൂടുതൽ ഇമ്പാക്ട് ഉണ്ടാക്കിയത്.
പിന്നെ ഇൻകം ഇല്ലാതെ തന്നെ അവർക്ക് എന്ത് ചെയ്തു, അവരുടെ ഫാമിലിയെ ഫീഡ് ചെയ്യാനായിട്ട് സാധിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് എഴുതാം. പിന്നെന്താണ്, സ്കൂളുകളുടെ കാര്യം എഴുതാം അല്ലേ. ഡ്യൂ ടു സ്കൂൾസ് ഹോൾഡിംഗ് മോസ്റ്റ് ഓഫ് ദർ ക്ലാസ്സസ് റിമോട്ട്ലി ചൈൽഡ് കെയർ ഹാസ് ബിക്കം എ പ്രോബ്ലം ഫോർ പാരന്റ്സ് ഹു നീഡ് ടു ഗോ ടു വർക്ക് അല്ലേ. ചൈൽഡ് കെയർ ഒരു ബുദ്ധിമുട്ടായിട്ട് മാറി. പിന്നെ അതുപോലെ തന്നെ എന്ത് എഴുതാം, children themselves feel isolated from their friends and might have trouble coping with the new remote education system. ഓക്കെ, അതുപോലെ തന്നെ ഗവൺമെന്റ് പലതരത്തിലുള്ള ലാപ്ടോപ്പും എല്ലാം പ്രിവെന്റ് ചെയ്തു. പക്ഷെ എന്നിരുന്നാലും അവിടെയും എഡ്യൂക്കേഷൻ ഇൻഇക്വാലിറ്റി എക്സ്പീരിയൻസ് ചെയ്തു സ്റ്റുഡൻസിന്. അതായത് എന്താണ്, എല്ലാ സ്റ്റുഡൻസ് ഒരുപോലെ ആയിരിക്കത്തില്ലോ, പലർക്കും പല കഴിവുകളായിരിക്കും. അപ്പൊ സ്കൂളിലാകുമ്പോഴത്തേക്കും പേഴ്സണൽ ആയിട്ടുള്ള കെയർ കൊടുക്കാനും ഒക്കെ സാധിക്കുന്നുണ്ട്. പക്ഷെ ഒരു ഇത്തരം ഓൺലൈൻ ക്ലാസ്സുകൾ പോലെ സംഭവങ്ങളിൽ എല്ലാവർക്കും പേഴ്സണൽ കെയർ കിട്ടുന്നില്ല. ആ രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, എഡ്യൂക്കേഷൻ ഇൻഇക്വാലിറ്റി സംഭവിച്ചിട്ടുണ്ട് കോവിഡ് സമയത്ത്. പിന്നെന്താണ്, പിന്നെ സ്കൂളിൽ ഡെയിലി മീൽസിന് വേണ്ടി ആശ്രയിച്ചിരുന്ന കുറച്ച് കുട്ടികളുണ്ട്. അവർക്കും എന്ത് ചെയ്തു, ഈ ദാരിദ്ര്യം അനുഭവിക്കേണ്ടതായിട്ട് വന്നില്ല ആ സമയത്ത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പറയാവുന്നത് എന്താണ്, ഇതെന്ന് പറയുന്നത് വൺ ഓഫ് ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് ടൈം എവർ as we considering humans life, so we are all in this together and helping each other will make getting through this difficult time a little easier. ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങൾ നമുക്ക് അവിടെ എഴുതാൻ പറ്റണം പെട്ടെന്ന്, മനസ്സിലായില്ലേ. കുറച്ച് സമയങ്ങളിലുള്ളിൽ തന്നെ ഏതാണ്ട് ഒരു 250 വാക്കോളം നമുക്ക് 250 വേർഡ്സ് എണ്ണിക്കൊണ്ടിരിക്കാനും സമയമില്ല അവിടെ. ഓക്കെ, അപ്പം പരമാവധി കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, കുറഞ്ഞ സമയത്തിനുള്ളിൽ എഴുതാൻ ശ്രമിക്കണം. 2 എസ്സേ ആണെങ്കിൽ പേടിക്കരുത്, നമ്മളിവിടെ അറിഞ്ഞിട്ടാണല്ലോ പോകുന്നത്, ഒരു പ്രതീക്ഷയില്ലാതല്ല. ചിലപ്പോൾ 2 എസ്സേ ആയിരിക്കാം, അല്ലെങ്കിൽ 1 എസ്സേ ആയിരിക്കും, നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പൊ ജസ്റ്റ് എന്ത് ചെയ്യുക, അവിടെ ചെന്നാൽ അതിന് 2 എസ്സേ ആണെങ്കിലും അതിനുവേണ്ടി പ്രിപ്പയർ ആയിട്ട് പോവുക. ഓക്കെ, എന്ത് വന്നാലും നേരിടാൻ തയ്യാറായിട്ട് പോകണം. അതായത് 1 മണിക്കൂർ പരീക്ഷ 1.25 മണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും ഉടനെ തന്നെ എസ്സേ ആരംഭിക്കുമല്ലോ. അപ്പൊ 2 എസ്സേ ആവാം, ചിലപ്പോൾ മാർക്കിലായിരിക്കും വേരിയേഷൻ വരുന്നത്. അപ്പോൾ ചിലപ്പോൾ 250 വേർഡ്സിൽ കൂടുതൽ എഴുതാനായിരിക്കും ചിലപ്പോൾ, അതായിരിക്കും ഉദ്ദേശിച്ചത്. 25 മാർക്ക് വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ, അങ്ങനെ വല്ലതായിരിക്കും. എന്താണ് അറേഞ്ച്മെന്റ് എന്നുള്ളത് ഇവർ കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ലാത്ത ഒരു പ്രശ്നമാണ്. ഓക്കെ, ഒരു ഐഡിയ ഇല്ല. അപ്പോൾ 60 മാർക്കാണ്, കഴിഞ്ഞ പ്രാവശ്യം ഇത്രയും മാർക്ക് ഇല്ലായിരുന്നു. ഓക്കെ, അപ്പൊ അത് നമ്മൾ നോട്ട് ചെയ്യണം. അപ്പൊ 2 എസ്സേ മാക്സിമം പ്രതീക്ഷിക്കാമെന്ന് തോന്നുന്നു, ഉറപ്പ് പറയുന്നില്ല. ഓക്കെ, അപ്പോൾ എസ്സേയുടെ കാര്യം ഇത്രയേ ഉള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം പോയിന്റ്സ് കണ്ടെത്തുക. അതാണ് മെയിൻ ഇപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എസ്സേ ടോപ്പിക്കുകളിൽ നിന്ന് പരമാവധി പോയിന്റ്സ് എഴുതിയെടുത്ത് വെക്കുക. എസ്സേ ഫുൾ എഴുതണമെന്നില്ല, പോയിന്റ്സ് എഴുതിയെടുത്ത് വെക്കുക. അവിടെ ചെന്ന് നമുക്ക് അറേഞ്ച് ചെയ്യാം. അപ്പോൾ അതാണ് നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ടത്, മാക്സിമം പോയിന്റ്സ് എഴുതിയെടുക്കുക. ഓക്കെ, ഇത്തരം കാര്യങ്ങളേ ഉള്ളൂ. എസ്സേ ഏത് വരും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ചിലപ്പോൾ സോഷ്യൽ ഇഷ്യൂസ് അല്ലാത്ത കാര്യങ്ങളും വരാം. ഓക്കെ, അത് നിങ്ങൾ നോട്ട് ചെയ്യണം. നമുക്ക് പ്രിസൈസ് റൈറ്റിംഗിലോട്ട് പോകാം. പ്രിസൈസ് റൈറ്റിംഗ് മറ്റൊരു മേഖലയാണ്. പ്രിസൈസ് റൈറ്റിംഗ് നിങ്ങൾക്ക് അറിയാമായിരിക്കും പ്രിസൈസ് റൈറ്റിങ്ങിനെ പറ്റിയൊക്കെ, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഓക്കെ, പ്രിസൈസ് റൈറ്റിങ്ങിന് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം നോക്കാം. ആദ്യം നമുക്ക് തന്നിരിക്കുന്ന പാസേജ് വ്യക്തമായി ആദ്യം ഒന്ന് വായിക്കുക. അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അതിനെപ്പറ്റി എന്താണ് അവിടുത്തെ ആശയം എന്ന് ആദ്യം മനസ്സിലാക്കണം. ഇനി നമ്മൾ ചെയ്യേണ്ടത് മാർക്ക് ഓർ അണ്ടർലൈൻ ദ പോയിന്റ്സ് ഓർ ഐഡിയാസ്. അവിടുത്തെ പോയിന്റ്സ് എന്താണ്, ഐഡിയാസ് എന്താണെന്നുള്ളത് കൃത്യമായി വരച്ചു വെക്കുക. ആ ഒരു പേപ്പറിൽ, ക്വസ്റ്റ്യൻ പേപ്പറിൽ വരച്ചു വെക്കുക. അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാമോ, മുമ്പത്തെ OMR ക്വസ്റ്റ്യൻ പേപ്പറിൽ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കണം. ഒരു റഫ് ഡ്രാഫ്റ്റ് തയ്യാറാക്കണം. പ്രിപ്പയർ എ റഫ് ഡ്രാഫ്റ്റ് ഇൻ യുവർ ഓൺ വേർഡ്സ്, അവോയ്ഡിങ് എവറി സൂപ്പർഫ്ലൂയിറ്റി. ആവർത്തന വിരസത ഒഴിവാക്കണം. മനസ്സിലായി, ആവർത്തിച്ച് വരുന്ന കാര്യങ്ങൾ ഒഴിവാക്കണം, അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഒഴിവാക്കണം. ജസ്റ്റ് കഴിയാവുന്നതും ഒരു നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വല്ലതും അത് എഴുതി ഇത്തിരി സ്ഥലം വിട്ടിരിക്കും. ഓക്കെ, പോയിന്റ്സ് പ്രധാനപ്പെട്ട നമുക്ക് അറേഞ്ച് ചെയ്യേണ്ട പോയിന്റ്സ് മാത്രം ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം. ഓക്കെ, ഗീവ് ഓൺലി ദ വ്യൂസ് ഓഫ് ദ ഓഥർ ഓഫ് ദ പാസേജ്. അപ്പൊ ആ പാസേജിൽ ഓഥർ എന്താണ് പറയാൻ ശ്രമിക്കുന്നത്, അത്തരം കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. റീഡിംഗ് കോംപ്രഹെൻഷനിൽ ഏതാണ്ട് ഇതുപോലെ തന്നെയാണ്. നമ്മൾ നമ്മുടെ ആശയങ്ങളൊന്നും അവിടെ പ്രചരിപ്പിക്കേണ്ടതായിട്ട് ആവശ്യമില്ല. ആ ഓഥർ എന്താണോ പറയുന്നത് ആ കാര്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്യുക. ഇനി ഗീവ് ഓൺലി ദ വ്യൂസ് ഓഫ് ഓഥർ ഓഫ് ദ പാസേജ്. പിന്നെ എന്താണ്, യൂസ് ഓൺലി ഇൻഡയറക്റ്റ് ഫോം ഓഫ് സ്പീച്ച്. മനസ്സിലായില്ലേ, പ്രസന്റ് ടെൻസിൽ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല, നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ് ഉപയോഗിക്കാൻ. യൂസ് ഓൺലി ഇൻഡയറക്റ്റ് ഫോം ഓഫ് സ്പീച്ച്, തേർഡ് പേഴ്സൺ ആൻഡ് പാസ്റ്റ് ടെൻസിൽ ഉപയോഗിക്കുക. ഇനി ബി കെയർഫുൾ ഓഫ് ദ ഓപ്പണിംഗ് സെന്റൻസ് ഓഫ് യുവർ പ്രിസൈസ്. ഓപ്പണിംഗ് സെന്റൻസ് വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ സെൻട്രൽ ID ഓരോ പാരഗ്രാഫിലെയും സെൻട്രൽ ID നമ്മൾ എന്ത് ചെയ്യണം, മാർക്ക് ചെയ്യണം. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. പിന്നെ എന്ത് ചെയ്യണം, പിന്നെ പ്രധാനമായിട്ട് ഈ ഒരു പോയിന്റ് വളരെയധികം ശ്രദ്ധിക്കണം. യുവർ പ്രിസൈസ് ഷുഡ് ബി സിമ്പിൾ, കോൺസൈസ്, ക്ലിയർ ആൻഡ് എ കൊഹറന്റ് നരേറ്റീവ്. അതായത് വായിക്കുന്ന ഈ ആൻസർ കറക്റ്റ് ചെയ്യുന്ന വായിക്കുന്ന ആളിന് കൃത്യമായിട്ട് കാര്യം, ഒറ്റ വായനയിൽ തന്നെ അവർക്ക് കാര്യം കിട്ടണം. അവരെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കരുത്. സിമ്പിൾ ആയിരിക്കണം, കൺസൈസ് ആയിരിക്കണം, ക്ലിയർ ആയിരിക്കണം. ഓക്കെ, ഇനി റിവൈസ് യുവർ ഡ്രാഫ്റ്റ് കീപ്പിംഗ് വ്യൂ ദ എബോവ് പോയിന്റ്സ്. ഡു നോട്ട് ഫോർഗെറ്റ് ടു ഗീവ് എ സ്യൂട്ടബിൾ ടൈറ്റിൽ ടു യുവർ പ്രിസൈസ്. അപ്പൊ ടൈറ്റിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ആ തിരുത്തുന്ന ആളിനെ വീഴ്ത്തണം. ഓക്കെ, നല്ലൊരു ടൈറ്റിൽ നമുക്ക് കൊടുക്കാം. ഓക്കെ, അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ആ ടൈറ്റിൽ കൊടുക്കുക, പ്രധാനപ്പെട്ട പോയിന്റ്സുകൾ മാത്രം ഉൾപ്പെടുത്തുക. ഓക്കെ, ഇത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണേ. ഇനി നമുക്ക് പ്രിസൈസുമായി ബന്ധപ്പെട്ട് ജസ്റ്റ് ഒരു കാര്യങ്ങൾ കൂടെ നോക്കാം. ഇനി ദ പ്രിസൈസ്
10 മാർക്കിനാണ് പൊതുവെ പ്രിസൈസ് ചോദിക്കാറുള്ളത്. കഴിഞ്ഞ എല്ലാ പരീക്ഷകൾക്കും 10 മാർക്കിനാണ് ചോദിച്ചിരുന്നത്. ഇനിയുള്ള അവസ്ഥ എങ്ങനെയാണെന്ന് അറിയത്തില്ല. എത്ര വലിയ സെന്റൻസ് ആയാലും പൊതുവെ 10 മാർക്കിനെ ചോദിക്കാറുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് ലെങ്ത് ഓഫ് പ്രിസൈസ്? പ്രിസൈസിന്റെ ലെങ്ത് എത്ര വേണം? ദ പ്രിസൈസ് ഷുഡ് ബി 1/3. അതായത് പ്രിസൈസ് എന്ന് പറഞ്ഞാൽ എത്രയാണോ, അതായത് 250 വേർഡ്സ് ഉണ്ടെങ്കിൽ, അതായത് എസ്എക്ക് 250 വേർഡ്സ് ഉണ്ടെങ്കിൽ അതിന്റെ 1/3 മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, പ്രിസൈസ് ആയിട്ട് ചെയ്യാൻ പാടുള്ളൂ. പൊതുവെ 250 വേർഡ്സ് ഉള്ളതായിരിക്കണം. അതായത് ഈ ഹൈക്കോർട്ടസിന്റെ കാര്യമല്ല, ഹൈക്കോർട്ടസിന് പൊതുവെ എത്ര വേർഡ്സ് ഉണ്ടെന്ന് പരീക്ഷയ്ക്ക് തരത്തില്ല. പൊതുവെ മറ്റു പരീക്ഷകൾക്കൊക്കെ പ്രിസൈസിന്റെ ക്വസ്റ്റ്യനിൽ തന്നെ എത്ര വേർഡ്സ് ഉണ്ട് എന്ന് സൈഡിൽ എഴുതിയിരിക്കും, 250 വേർഡ്സ് എന്നൊക്കെ പറഞ്ഞ് എഴുതിയിരിക്കും. പക്ഷെ ഇതിലങ്ങനെ കാണാറില്ല. പക്ഷേ പൊതുവെ 250 വേർഡ്സ് ആണ് കാണാറുള്ളത് ആ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ പ്രിസൈസിന്റെ. അപ്പൊ അതിന്റെ 1/3 അല്ലെ, 1/3 ആണ് എടുക്കേണ്ടത്. ഏതാണ്ട് 84-85 വാക്കേ വരാൻ പാടുള്ളൂ എന്നാണ് എന്റെ അർത്ഥം. മനസ്സിലായില്ലേ? ദ പ്രിസൈസ് ഷുഡ് ബി അബൌട്ട് 1/3 ഓഫ് ദ ഗിവൺ പാസേജ്. അത് എപ്പോഴും ശ്രദ്ധിക്കണേ. ഒരുപാട് ഓവറായി കളയരുത്, ഒരുപാട് കുറച്ചും കളയരുത്, അത് ശ്രദ്ധിക്കണം. അപ്പൊ 250 വാക്കുകളാണ് പൊതുവെ കാണാറുള്ളത് പ്രിസൈസിൽ. ഓക്കെ, വെറുതെ എഴുതി പോരും, നിങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം പരീക്ഷയ്ക്ക് ചെല്ലാൻ. In most question papers, the number of words in the passage is given at the end. And മനസ്സിലായില്ലേ? പല ക്വസ്റ്റ്യൻ പേപ്പറിൽ അത് അവസാനം തരാറുണ്ട്. And therefore, the passage should contain approximately 1/3 of the word in the passage. നിങ്ങൾ സമയം കിട്ടുകയാണെങ്കിൽ നോട്ടിച്ച് വായിച്ച് നോക്കണം. മിക്കവാറും 250 വേർഡ്സ് ആവാനാണ് സാധ്യത. ഓക്കെ, പൊതുവെ മുമ്പത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എനിക്ക് നോക്കിയപ്പോൾ 250 ഞാൻ എണ്ണി നോക്കി. അപ്പൊ ഏതാണ്ട് 250 വേർഡ്സ് ഉണ്ടായിരുന്നു. അപ്പൊ 1/3 എടുക്കുക. അപ്പൊ 84 അല്ലെങ്കിൽ 83, 85 ഈ റേഞ്ചിൽ നിൽക്കണം നമ്മുടെ വാക്ക്. ഓക്കെ, a margin of 10% more or less is permissible, but for a margin of 10% more or less permissible, but for every word above or below this limit, marks are deducted. മാർക്ക് കുറയ്ക്കും. ഒരു 10% അങ്ങോട്ടും ഇങ്ങോട്ട് കൂടിയാലോ കുറഞ്ഞാലോ പ്രശ്നമില്ല. പക്ഷെ അതിന് മുകളിലാണെങ്കിൽ നമുക്ക് മാർക്ക് കുറയും, അല്ലെങ്കിൽ അതിൽ കുറഞ്ഞാലും മാർക്ക് കുറയും. ശ്രദ്ധിക്കണം. This is why in higher competitive exam, graph paper is provided for writing the precise. അപ്പൊ ഗ്രാഫ് പേപ്പർ പ്രൊവൈഡ് ചെയ്യാം, അറിയത്തില്ല, നോക്കണം, എക്സാമിന് ചെല്ലുമ്പോൾ പറയാമല്ലോ. So that the examiner can know the number of words used in the precise at a glance. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, ഈ കറക്റ്റ് ചെയ്യുന്ന ആൾക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും നമ്മൾ ഒരുപാട് വേർഡ്സ് കഴിഞ്ഞു പോയിട്ടുണ്ടോ എന്ന രീതിയിലൊക്കെ അവർക്ക് അറിയാൻ പറ്റും. ഓക്കെ അല്ലേ? Therefore, this rule regarding the length of the precise should be carefully observed. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇത് അറിഞ്ഞിട്ട് വേണം പോകാൻ. ഒരുപാട് നമ്മൾ പ്രിസൈസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തോന്നിയതുപോലെ എഴുതാനല്ല. ഓക്കെ, അതിൽ 1/3 വരാൻ പാടുള്ളൂ മാക്സിമം. കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടാം, കുഴപ്പമില്ല. പക്ഷെ അത് എപ്പോഴും മനസ്സിൽ 1/3 വരാൻ പാടുള്ളൂ. ഓക്കെ, 250 വേർഡ്സ് ആണെങ്കിൽ അതിന്റെ 1/3 ഭാഗം മാത്രമേ പ്രിസൈസ് ആയിട്ട് എഴുതാൻ നമുക്ക് അവകാശമുള്ളൂ. ഓക്കെ, ഓവറാക്കി എഴുതി കൊളവാക്കരുത്, അതുപോലെ ഒരുപാട് കുറയ്ക്കുകയും ചെയ്തത്. ഓക്കെ, ലെങ്ത് ഓഫ് ദ പ്രിസൈസ് അത് ശ്രദ്ധിക്കണം എപ്പോഴും. ഇനിയുള്ളത് ടൈറ്റിൽ ഓഫ് ദ പ്രിസൈസ് ആണ്. ദ ടൈറ്റിൽ ഓഫ് ദ പ്രിസൈസ് മസ്റ്റ് ബി ഗിവൺ ഈവൻ ഇഫ് ഇറ്റ് ഈസ് നോട്ട് ആസ്ക്ഡ്. ചോദിച്ചിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ പ്രിസൈസിന് ഒരു ടൈറ്റിൽ കൊടുക്കണം. ഓക്കെ, the hint for the title can be found in the central idea of the passage. പാസേജിന്റെ സെൻട്രൽ ഐഡിയ ആയിരിക്കണം ആ ടൈറ്റിൽ കൊണ്ട് അർത്ഥമാക്കേണ്ടത്. In fact, the title is the central idea of the the passage of the passage. It should also be remembered that every word of the title except article, preposition and conjunction should given with a capital letter. ഒരു capital letter കൊടുക്കാം. പ്രപ്പോസിഷനും ആർട്ടിക്കിളും കൺജങ്ഷൻ ഒഴികെയുള്ള എല്ലാം ക്യാപിറ്റൽ ലെറ്റർ നമുക്ക് എന്ത് ചെയ്യാം, കൊടുക്കാം പ്രിസൈസിന്റെ ടൈറ്റിൽ. ഓക്കെ, അത് ശ്രദ്ധിക്കണേ. ഇനി ഉപയോഗിക്കേണ്ടത് യൂസ് ഓഫ് തേർഡ് പേഴ്സൺ. Precise should always be written in the third person. നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, റിപ്പോർട്ട് ചെയ്ത് എഴുതാവൂ, ഇൻഡയറക്റ്റ് സ്പീച്ചിൽ എഴുതാവൂ, തേർഡ് പേഴ്സൺ ആയിട്ട് എഴുതാവുള്ളൂ. ഈവൻ ഇഫ് ദ ഒറിജിനൽ പാസേജ് ഈസ് ഇൻ ദ ഫസ്റ്റ് പേഴ്സൺ ഓർ ഡയലോഗ് ഫോം. ഒറിജിനൽ പാസേജ് ഒരു ഡയലോഗ് ഫോമിലാണ് തന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് പേഴ്സൺ പറയുന്നതായിട്ടാണ് തന്നിരിക്കുന്നത്, എങ്കിലും നമ്മൾ എന്ത് ചെയ്യുള്ളൂ, നമ്മൾ തേർഡ് പേഴ്സൺ ആയിട്ട് അത് എഴുതാൻ പാടുള്ളൂ, റിപ്പോർട്ട് ചെയ്ത് എഴുതാൻ പാടുള്ളൂ. അത് ശ്രദ്ധിക്കണം. ഓക്കെ, ഇനി നമ്മൾ പ്രിസൈസിൽ അവോയ്ഡ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ നോക്കാം. യുവർ ഓൺ വ്യൂസ് ആൻഡ് ഒപ്പീനിയൻസ് ഷുഡ് നോട്ട് കം ഇൻ ദ പ്രിസൈസ്. പ്രിസൈസിൽ ഒരിക്കലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യൂസ് ഒരിക്കലും വരാൻ പാടില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. റെപ്പിറ്റീഷൻ ഷുഡ് നോട്ട് ബി അലൗഡ് ടു കം. ആവർത്തന വിരസത, വീണ്ടും അത് ഒരു കാര്യം തന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, അത് ഒഴിവാക്കണം. ആസ് ഫാർ ആസ് പോസിബിൾ എക്സാമ്പിൾസ് ആൻഡ് ഇല്ലസ്ട്രേഷൻസ് ഷുഡ് നോട്ട് ബി യൂസ്ഡ്. അതായത് കുറച്ച് എക്സാമ്പിൾ തന്നിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ഇല്ലസ്ട്രേഷൻസ് കൊടുത്തിരിക്കും, ഇതെല്ലാം ഒഴിവാക്കുക, പാടെ ഒഴിവാക്കുക. ഇനി കൊട്ടേഷൻസ്, അതുപോലെ അനക്ഡോട്ട്സ്, ഇതും എന്ത് ചെയ്യണം, ഒഴിവാക്കേണ്ടി വരും. കൊട്ടേഷൻസ് അതുപോലെ അനക്ഡോട്ട്സ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒഴിവാക്കുക. പിന്നെ സിമിലീസ്, താരതമ്യം, അതുപോലെ മെറ്റാഫോഴ്സ്, പിന്നെ അതർ ലിറ്റററി ആർട്ടിഫൈസസ്, ഇവയെല്ലാം ഒഴിവാക്കണം. സാദൃശ്യങ്ങൾ കാണിക്കുക അല്ലെങ്കിൽ എന്താണ് താരതമ്യപ്പെടുത്തുക, ഇത്തരം കാര്യങ്ങളൊക്കെ സെന്റൻസ് പാരഗ്രാഫിൽ കൊടുത്തിരിക്കുക, അതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ഒഴിവാക്കാം. ഇതൊക്കെയാണ് പ്രിസൈസിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി പിന്നെ ഔട്ട് ഓഫ് കോണ്ടസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇറലവന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലാം എന്ത് ചെയ്യുക, ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇനി ലാംഗ്വേജ് നമ്മൾ ഒരിക്കൽ പറഞ്ഞു അല്ലേ, ലാംഗ്വേജ് ഓഫ് ദ പ്രിസൈസ് ഷുഡ് ബി സിമ്പിൾ, സ്ട്രൈറ്റ് ഫോർവേഡ്, ആക്യുറേറ്റ് ആൻഡ് പ്രിസൈസ്. ദിസ് ഈസ് വെരി നെസസറി ബിക്കോസ് എവറി വേർഡ് ഇൻ ദ പ്രിസൈസ് ഈസ് കൗണ്ടഡ്. മനസ്സിലായില്ലേ? പ്രിസൈസിലെ ഓരോ വാക്കും കൗണ്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ സിമ്പിൾ ആയിരിക്കണം, സ്ട്രൈറ്റ് ഫോർവേഡ് ആയിരിക്കണം, ആക്യുറേറ്റ് ആയിരിക്കണം. അപ്പൊ പ്രിസൈസ് നിങ്ങൾ വളരെ ഒരു വെറുതെ അങ്ങ് തള്ളിക്കളയരുത്. ഇതൊക്കെ അവർ ശ്രദ്ധിക്കും. കുറച്ച് സെന്റൻസിൽ എഴുതൂ അതുകൊണ്ട് ഈസി ആണെന്ന് വിചാരിക്കരുത്. ഇതൊക്കെ കറക്റ്റ് ചെയ്യുന്ന ആൾ ഇതൊക്കെ നോക്കും, ഈ റൂൾസ് ഒക്കെ അവർ നോക്കും.
എവറി ഇൻആക്യുറേറ്റ് സൂപ്പർഫ്ലൂസ് ഓർ റോങ് വേർഡ് ഇൻ ദ പ്രിസൈസ് ഈസ് പെനലൈസ്ഡ്. മാർക്ക് കുറയ്ക്കാനായിട്ട് സാധ്യതയായിരിക്കും. ഇൻആക്യുറേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സൂപ്പർഫ്ലൂസ്, വീണ്ടും അതായത് ഒരു എന്താണ് ആവർത്തന വിരസത, ആ രീതിയിൽ കാണുന്ന വാക്കുകളില്ലേ, അത്തരമൊക്കെ ഇതൊക്കെ ഒഴിവാക്കേണ്ടി വരും. അതൊക്കെ നമുക്ക് നെഗറ്റീവ് മാർക്കിന് കാരണമാകും. ഓക്കെ, നോട്ട് ചെയ്യണേ. ഇത്തരം കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് ഒരു പ്രിസൈസ് നോക്കാം. കഴിഞ്ഞ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ചോദിച്ച ഒരു പ്രിസൈസ് ആണ്. ഒരു മിനിറ്റ്. ഓക്കെ, കഴിഞ്ഞ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണിത്. പ്രിസൈസ് എഴുതാനാണ്. അവിടെയും കണ്ട 10 മാർക്കിനാണ് ചോദിച്ചിരുന്നത്. പൊതുവെ 10 മാർക്കിനെ പ്രിസൈസ് ചോദിക്കാറുള്ളൂ. ഓക്കെ. Samuel Johnson, a poet, essayist, and critic, is best known as the author of the first comprehensive dictionary of the English language. Yet Johnson's A Dictionary of the English Language was not the first of its kind, nor was it unique. In the 150 years before it was published, about 20 general purpose dictionaries had already been produced. അപ്പോൾ ഇവിടെ എന്തൊക്കെ നമുക്ക് മനസ്സിലായി? സാമുവൽ ജോൺസനെ പറ്റി പറയുന്നുണ്ട്, പിന്നെ ഡിക്ഷണറിയുടെ കാര്യം പറയുന്നുണ്ട്. ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ലേ? ഒന്നുകിൽ സാമുവൽ ജോൺസനെ കുറിച്ചായിരിക്കും പറയുന്നത്, അല്ലെങ്കിൽ ഡിക്ഷണറി കുറിച്ചായിരിക്കും പറയുന്നത് അല്ലേ? സാമുവൽ ജോൺസൺ, എ പോയറ്റ്, എസേസ് ആൻഡ് ക്രിട്ടിക്, ഈസ് ബെസ്റ്റ് നോൺ ആസ് ദ ആദർ ഓഫ് ദ ഫസ്റ്റ് കോംപ്രിഹെൻസീവ് ഡിക്ഷണറി. ഫസ്റ്റ് കോംപ്രിഹെൻസീവ് ഡിക്ഷണറിയുടെ ആദറാണ് ആര്? സാമുവൽ ജോൺസൺ എന്ന് പറയുന്നുണ്ട്. പിന്നെ ജോൺസൺ എന്ന് പറയുന്നത്, ജോൺസൺസ് ഡിക്ഷണറി ഓഫ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ആദ്യത്തെ ഒന്നും പറയാൻ പറ്റില്ല, യുണീക്ക് എന്ന് പറയാൻ പറ്റത്തില്ല. ഓക്കെ, അത് നമ്മൾ നോട്ട് ചെയ്യണം. പിന്നെ ഇൻ ദ 150 years before it was published, about 20 general purpose dictionaries had already been produced. ഓക്കെ, അതവിടെ ഇരിക്കട്ടെ. പിന്നെ ബട്ട് ദീസ് ഏർലിയർ വർക്ക്സ് വെയർ കൺസേൺഡ് ഓൺലി വിത്ത് ഡിഫിക്കൽട്ട് വേർഡ്സ്. അപ്പൊ ഇത്തരം ഏർലിയർ വർക്ക്സ് പ്രധാനമായിട്ടും ഡിഫിക്കൽട്ട് വാക്കുകൾ മാത്രമാണ് ഉണ്ടായിരുന്നുള്ളത്, ഡിഫിക്കൽട്ട് വേർഡ്സ് മാത്രമാണ് ഉണ്ടായിരുന്നത്. ജോൺ ബുള്ളോക്കർ പബ്ലിഷ്ഡ് ആൻ ഇംഗ്ലീഷ് എക്സ്പോസിറ്റർ. 1616 ജോൺ ബുള്ളോക്കർ ഒരു ഇംഗ്ലീഷ് എക്സ്പോസിറ്റർ എന്നൊരു ബുക്ക് പബ്ലിഷ് ചെയ്തു. അതിനുശേഷം 1623 ഹെൻറി കൊക്കറിലാണ് ആദ്യമായിട്ട് ഔട്ട് ദ ഇംഗ്ലീഷ് ഡിക്ഷണറി എന്ന വാക്കിലാണ് the first to have the word dictionary in its title. ടൈറ്റിൽ ഡിക്ഷണറി എന്ന വാക്ക് ആദ്യമായിട്ട് വന്നത് ഹെൻറി കൊക്കറിന്റെ ബുക്കിലാണ്. ഏത്? ഇംഗ്ലീഷ് ഡിക്ഷണറി എന്ന ബുക്കിൽ. ഇനി പിന്നെ പറയുന്നത് എന്താണ്? എ മോർ ഇൻക്ലൂസീവ് വർക്ക്, ദ ന്യൂ വേൾഡ് ഓഫ് ഇംഗ്ലീഷ് വേർഡ്സ് ബൈ എഡ്വേർഡ് ഫിലിപ്സ്, appeared in 1658. ലേറ്റർ ടെക്നിക്കൽ ആൻഡ് സയന്റിഫിക് വേർഡ്സ് ആൾസോ കെയിം ടു ബി ഇൻക്ലൂഡഡ് ഇൻ ഡിക്ഷണറീസ്. അപ്പൊ നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം, അതായത് പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം നോട്ട് ചെയ്ത് പോവുക. കണ്ട, ഇവിടെ കണ്ട. ബട്ട് ദീസ് ഏർലിയർ വർക്ക്സ് വെയർ കൺസേൺഡ് ഓൺലി വിത്ത് ഡിഫിക്കൽട്ട് വേർഡ്സ്. ഏർലിയർ വർക്ക്സിൽ എന്താണ്? ഡിഫിക്കൽട്ട് വേർഡ്സ് മാത്രമാണ് ഉണ്ടായിരുന്നത്. ജസ്റ്റ് നോട്ട് വരച്ചുവിടാം. ഇനി ഇവിടെ നോക്ക്, ലേറ്റർ ടെക്നിക്കൽ ആൻഡ് സയന്റിഫിക് വേർഡ്സ് ആൾസോ കെയിം ടു ബി ഇൻക്ലൂഡഡ് ഇൻ ഡിക്ഷണറീസ്. വരച്ചുവിടാം. ഇവിടെ നോക്കാം, അടുത്ത് വേറൊരു സംഭവം കൂടെ പറഞ്ഞിട്ടുണ്ടല്ലേ. ഇൻ 1623 ഹെൻറി കൊക്കറൻ ബ്രോട്ട് ഔട്ട് ദ ഇംഗ്ലീഷ് ഡിക്ഷണറി, ദ ഫസ്റ്റ് ടു ഹാവ് ദ വേർഡ് ഡിക്ഷണറി ഇൻ ഹിസ് ടൈറ്റിൽ. അപ്പൊ ഹെൻറി കൊക്കറിന്റെ ബുക്കിലാണ് ആദ്യമായിട്ട് ഡിക്ഷണറി എന്ന വാക്ക് വന്നത് അല്ലേ? ജസ്റ്റ് ഒന്ന് വരച്ചുവിടാം. ഇനി മുകളിൽ പറഞ്ഞ സെന്റൻസിൽ എന്തൊക്കെ കിട്ടുമെന്ന് നോക്കാം. സാമുവൽ ജോൺസൺ, എ പോയറ്റ്, എസേയിസ്റ്റ് ആൻഡ് ക്രിട്ടിക്, ഈസ് ബെസ്റ്റ് നോൺ ആസ് ദ ആദർ ഓഫ് ദ ഫസ്റ്റ് കോംപ്രിഹെൻസീവ് ഡിക്ഷണറി ഓഫ് ദ ഇംഗ്ലീഷ് ലാംഗ്വേജ്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് കുറേ മനസ്സിലായില്ലേ, കുറച്ച് കാര്യം മനസ്സിലായില്ലേ? ഫസ്റ്റ് കോംപ്രിഹെൻസീവ് ഡിക്ഷണറി ഓഫ് ഇംഗ്ലീഷ് അല്ലെ, ഇംഗ്ലീഷ് ലാംഗ്വേജ് ആദ്യത്തെ ബുക്ക് ആരുടേതായിരുന്നു? സാമുവൽ ജോൺസന്റെ. അത് ജസ്റ്റ് വരച്ചു വിടാം. ഓക്കെ, അവിടെ പിന്നെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇറ്റ് ജോൺസൺസ് ഡിക്ഷണറി ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് വാസ് നോട്ട് ഫസ്റ്റ് ഓഫ് ഇറ്റ്സ്, അതൊന്നും ആവശ്യമില്ല, നമുക്ക് അതൊന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല. പ്രധാനപ്പെട്ട ഒരു സെന്റൻസ് ഇവിടെ നിന്ന് കിട്ടി. അടുത്ത് മുമ്പുണ്ടായിരുന്ന ഡിഫിക്കൽട്ട് വേർഡ്സ് ആണെന്നുള്ള കാര്യം കിട്ടി. പിന്നെ ജോൺ ബുള്ളോക്കറിന്റെ കാര്യമൊന്നും ആവശ്യമില്ല. ഇവിടെ എന്താണ്? ഹെൻറി കൊക്കറിനാണ് ആദ്യത്തെ, അതായത് ഡിക്ഷണറി എന്ന വാക്ക് ആദ്യമേ ഉപയോഗിച്ചത് ഹെൻറി കൊക്കറിന്, അത് അവിടെ നിന്ന് കിട്ടി. ഇനി അടുത്ത് നോക്കാം. ഇതൊന്നും ആവശ്യമില്ല, ഇൻക്ലൂസീവ് വർക്ക് അതൊന്നും വേണ്ട, നമുക്ക് ഒരുപാട് ആയിട്ടുള്ള സെന്റൻസ് ഒന്നും വേണ്ട, ഇമ്പോർട്ടന്റ് മാത്രം വരച്ചു പോകാം. പിന്നെ ടെക്നിക്കൽ സയന്റിഫിക് വേർഡ്സ് നമ്മൾ നോക്കിയല്ലോ. ഇനി 18th century was Nathan Bailey's. Of these, the most widely used reference book in 18th century was Nathan Bailey's Universal Etymological Dictionary. വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. ഓഫ് ദീസ് ദ മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് റെഫറൻസ് ബുക്ക് എന്ന് പറയുന്നത് 18th സെഞ്ചുറിയിൽ നഥാൻ ബെയ്ലിയുടെ ബുക്കാണെന്ന് വേണമെങ്കിൽ അത് ഉപയോഗിക്കാം. ആ സെന്റൻസ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇനി in 1746 Samuel Johnson was commissioned to compile a dictionary by a group of London booksellers for $1575. അപ്പോൾ ഡോളറിലെ യൂറോ അല്ലെ, ഒരു ലണ്ടൻ ബുക്ക് സെല്ലേഴ്സ് സാമുവൽ ജോൺസൺ എന്ത് ചെയ്തു? ഒരു ഡിക്ഷണറി കമ്പയർ ചെയ്യാനായിട്ട് ഏൽപ്പിച്ചു. അപ്പൊ ഇവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ടത് ഈ ഡോളറിന്റെ ഒന്നും ആവശ്യം നമുക്കില്ല. നമുക്ക് എന്താണ് ഡോളറിന്റെ കാര്യമൊക്കെ ചെയ്യുന്നത്? വേണമെങ്കിൽ നമുക്ക് എഴുതേണ്ട എന്താണ്? സാമുവൽ ജോൺസനെ ലണ്ടൻ ബുക്ക് സെല്ലേഴ്സ് ഒരു ബുക്ക് ഉണ്ടാക്കാനായിട്ട് ഏൽപ്പിച്ചു. അതിന്റെ പ്രത്യേകത നോക്കാം. ഇക്വൽ ടു അറ്റ്ലീസ്റ്റ് യൂറോ 2,50,000 ടുഡേ അല്ലെ, അതായത് ഇന്നത്തെ കാലത്ത് 2,50,000 തുല്യമാണ്. ഇതൊന്നും നമുക്ക് എഴുതേണ്ട, രൂപയുടെ കാര്യങ്ങളൊന്നും നമുക്ക് എഴുതേണ്ട കാര്യമില്ല. ഇറ്റ് ടുക്ക് ഹിം 9 years to complete. അപ്പൊ ഇത് അദ്ദേഹത്തിന് ഏതാണ്ട് 9 വർഷത്തോളം എടുത്തു ഈ ഡിക്ഷണറി കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. ഏതാണ്ട് 9 വർഷത്തോളം എടുത്തു എന്ന് പറഞ്ഞു. ഇനി ഹി വർക്ക്ഡ് ഇൻ ഹിസ് ഗാരറ്റ് in conditions of extreme poverty and hardship with half a dozen clerks who painstakingly copied out quotations from books for the dictionary. അതൊന്നും വേണ്ട. He himself said the dictionary was written with little assistance of the learned and without any patronage of the great, not in the soft obscurities of retirement under shelter of academic bowers, but amid inconvenience and distraction in sickness and sorrow. ഇത് വലിയ സെന്റൻസ് ആണ്, അദ്ദേഹം പറഞ്ഞൊരു സെന്റൻസ് ആണ്. നമുക്ക് വേണമെങ്കിൽ ഇതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇതൊക്കെ ഒഴിവാക്കാവുന്നതാണ്. ഓക്കെ അല്ലേ?
ഇനി ദ ഡിക്ഷണറി വാസ് ലാർജ്, നമുക്ക് കാര്യം മാത്രം മനസ്സിലായ പോലെ ദ ഡിക്ഷണറി വാസ് ലാർജ്, ഡിക്ഷണറി വളരെ വലുതായിരുന്നു, ഹെവി ആയിരുന്നു, എക്സ്പെൻസീവ് ആയിരുന്നു. ഓക്കെ, അത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. അപ്പോൾ സാമുവൽ ജോൺസനെ ആര് ലണ്ടൻ ബുക്ക് സെല്ലർ കുറച്ച് ബുക്ക് ഏൽപ്പിച്ചിരുന്നു, അത് അവിടെ നിന്ന് കിട്ടി അല്ലേ. അത് ഇവിടെ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായി ഇത് ഇത്രയും വിലയുള്ള സാധനമാണ്. അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ദ ഡിക്ഷണറി വാസ് ലാർജ്, ഹെവി ആൻഡ് എക്സ്പെൻസീവ്. അത് പ്രധാനപ്പെട്ട പോയിന്റ് ആണ്, നോട്ട് ചെയ്യണം. പിന്നെ ഇറ്റ് കണ്ടെയ്ൻഡ് 42,773 എൻട്രീസ്. ഒന്നും നമുക്ക് ആവശ്യമില്ല, ഇതൊന്നും നമുക്ക് പ്രിസൈസ്ലി എഴുതേണ്ട കാര്യമില്ല. 42,773 എൻട്രീസ് ഉണ്ടായിരുന്നു. അതുപോലെ 1,45,000 ഇല്ലസ്ട്രേറ്റീവ് കൊട്ടേഷൻസ് ഉണ്ടായിരുന്നു. ഇതൊന്നും അവിടെ എഴുതേണ്ട കാര്യമില്ല, അത്തരം വാക്കുകളൊന്നും നമുക്ക് വേണ്ട. ഇറ്റ് സൈസ് ആൻഡ് പ്രൈസ് ഡിസ്കറേജ്ഡ് സെയിൽസ്. ഇറ്റ് സോൾഡ് ഓൺലി 200 കോപ്പീസ് എ ഇയർ ഫോർ 30 years. അപ്പൊ എത്ര കോപ്പീസ് എന്നൊന്നും എഴുതണ്ട, അതിന്റെ സെയിൽസ് കുറഞ്ഞു എന്ന് മാത്രം അറിഞ്ഞിരിക്കുക. There were a few dictators, but on the whole the dictionary met with the universal acclaim. ഒരുപാട് ഉണ്ടായിരുന്നെങ്കിലും the dictionary met with the universal acclaim. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഇത്രയും ഒരു പാരഗ്രാഫാണ്, 4 പാരഗ്രാഫ് അല്ലേ, 4 പാരഗ്രാഫിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം, പ്രിസൈസ് ആക്കണം. വെറും ഇത് ഏതാണ്ട് 250, ഞാൻ എണ്ണി നോക്കിയപ്പോൾ ഏതാണ്ട് 250 അടുപ്പിച്ചുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു 84, 85, 86 മാക്സിമം അല്ലേ, ആ ഒരു രീതിയിൽ നമ്മൾ എത്തിക്കണം പ്രിസൈസിൽ. ഓക്കെ, അത് നമുക്കൊന്ന് നോക്കാം. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതിയതാണ്, സെറ്റുകൾ ഉണ്ടാവാം, നിങ്ങൾ നിങ്ങളുടെ ഇതിൽ എഴുതുക. ഓക്കെ, അപ്പൊ ഇവിടെ ഞാൻ കൊടുത്ത ഹെഡിങ് എന്ന് പറയുന്നത് ദ ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ഡിക്ഷണറി. ഇംഗ്ലീഷ് ഡിക്ഷണറിയുടെ ചരിത്രം എന്നായിരുന്നു ഹെഡിങ്. അല്ലെങ്കിൽ മറ്റൊന്ന് പറയാം, സാമുവൽ ജോൺസൺ ദ ഫാദർ ഓഫ് ഇംഗ്ലീഷ് ഡിക്ഷണറി, ഇംഗ്ലീഷ് ഡിക്ഷണറിയുടെ പിതാവ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിന് ഹെഡിങ് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഹെഡിങ് കൊടുക്കാം, ഇത് എന്റെ ഒരു കോൺസെപ്റ്റ് ആണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൊടുക്കാം. ഓക്കെ, ദ ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ഡിക്ഷണറി അല്ലെങ്കിൽ സാമുവൽ ജോൺസൺ ദ ഫാദർ ഓഫ് ഇംഗ്ലീഷ് ഡിക്ഷണറി. ഓക്കെ, അതാണ് അവിടുത്തെ ഹെഡിങ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം. സാമുവൽ ജോൺസൺ വാസ് ബെസ്റ്റ് നോൺ ആസ് ദ ഓഥർ ഓഫ് ദ ഫസ്റ്റ് കോംപ്രിഹെൻസീവ് ഡിക്ഷണറി ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ്. അത് നമുക്ക് അവിടെ നിന്ന് കിട്ടിയില്ലേ, ഫസ്റ്റ് പാരഗ്രാഫിൽ ഉണ്ടായിരുന്നല്ലേ. അപ്പൊ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു പേപ്പറിൽ എഴുതി വെച്ചിരുന്ന പ്രധാനപ്പെട്ട പോയിന്റുകളെല്ലാം ക്വസ്റ്റ്യൻ പേപ്പറിൽ എവിടെയെങ്കിലും ഒരു ഭാഗത്ത് എഴുതി വെച്ചിരുന്നു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഉപകാരമുണ്ട്. പിന്നെ നമുക്ക് എസ് എയിൽ അവിടെ എവിടെ അല്ലെങ്കിൽ എന്ത് ചെയ്യുക, എസ് എയിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ജസ്റ്റ് വരച്ച് വെക്കുക, അപ്പൊ നമുക്ക് നോട്ട് എളുപ്പമായിരിക്കും. അപ്പൊ സാമുവൽ ജോൺസൺ വാസ് ബെസ്റ്റ് നോൺ ആസ് ദ ഓഥർ ഓഫ് ദ ഫസ്റ്റ് കോംപ്രിഹെൻസീവ് ഡിക്ഷണറി ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ്. അത് മനസ്സിലായില്ലേ. ഇനി അടുത്ത് പറയുന്നത് ബട്ട് ദ ടൈറ്റിൽ ഡിക്ഷണറി വാസ് ഫസ്റ്റ് അപ്പിയർഡ് ഇൻ ഹെൻറി കൊക്കറൻസ് ഇംഗ്ലീഷ് ഡിക്ഷണറി ബുക്ക്. അല്ലെ, ഹെൻറി കൊക്കറിന്റെ ഇംഗ്ലീഷ് ഡിക്ഷണറി ബുക്കിലാണ് ആദ്യമായി ഡിക്ഷണറി എന്ന ടൈറ്റിൽ ആദ്യമായിട്ട് കടന്നു വന്നത്. ഓക്കെ, ആൾദോ ദ ഏർലിയർ വർക്ക്സ് കൺസേൺഡ് ഓൺലി വിത്ത് ഡിഫിക്കൽട്ട് വേർഡ്സ്. അപ്പോൾ ഇതൊക്കെ ആണെങ്കിലും ഏർലിയർ വർക്ക്സിൽ എന്താണ്, ഡിഫിക്കൽട്ട് വേർഡ്സ് ആണ് ഉണ്ടായിരുന്നത്. ലേറ്റർ ടെക്നിക്കൽ ആൻഡ് സയന്റിഫിക് വേർഡ്സ് ആർ ആൾസോ കേവ് ടു ബി ഇൻക്ലൂഡഡ് ഇൻ ഡിക്ഷണറീസ്. അല്ലെ, പിന്നീട് എന്ത് ചെയ്തു, സയന്റിഫിക് വേർഡ്സ് അതുപോലെ തന്നെ ഞാൻ നോട്ട് ചെയ്യാൻ പറഞ്ഞില്ലേ, അത്തരം കാര്യങ്ങളെല്ലാം ഡിക്ഷണറീസ് വന്നിട്ടുണ്ടായിരുന്നു. ഇനി Samuel Johnson was commissioned to compile a dictionary by a group of London bookseller. It took 9 years to complete the dictionary. Moreover, ഇത്തരം വാക്കുകളൊക്കെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. Moreover, consequently, although അല്ലെങ്കിൽ എന്താണ്, as if, apart from, together, along with, ഇത്തരം വാക്കുകളൊക്കെ ഇടയിൽ ചേർക്കണം. മനസ്സിലായി, ഇതിനൊരു ബന്ധം, ഈ സെന്റൻസുകൾ പരസ്പരം യോജിപ്പിക്കാൻ പ്രിസൈസിൽ ഉപയോഗിക്കുന്ന വാക്കുകളാണ് ഇതൊക്കെ. ഓക്കെ, moreover, അതുപോലെ തന്നെ although, apart from, in spite, ഇത്തരം വാക്കുകളെല്ലാം നമ്മൾ കൂട്ടിച്ചേർക്കാൻ വേണ്ടിയാണ്, സെന്റൻസുകൾ കൂട്ടിച്ചേർക്കാൻ പ്രിസൈസിൽ ഉപയോഗിക്കുന്ന ടെക്നിക്കുകളാണ് ഇത്തരം വാക്കുകൾ. ഇനി മോറോവർ ദ ബുക്ക്, ഓക്കെ, അപ്പൊ മോറോവർ ദ ബുക്ക് ഈസ് എക്സ്പെൻസീവ്, ഹെവി ആൻഡ് ലാർജ്. മോറോവർ ദ ബുക്ക് ഈസ് എക്സ്പെൻസീവ്, ഹെവി ആൻഡ് ലാർജ്. therefore it sold only less copies. അല്ലെ, therefore it sold only less copies. അത് 250 കോപ്പി ആണോ അല്ലെങ്കിൽ അതൊന്നും നമുക്ക് എഴുതേണ്ട കാര്യമില്ല. therefore it sold only less copies. yet, എന്നിട്ടും the dictionary met with the universal acclaim. the yet എന്ന വാക്കണ്ട, ഇത്തരം കണക്ടിങ് വേർഡ്സ് ഉപയോഗിക്കുന്നത് നന്നായിരിക്കും പ്രിസൈസിൽ. therefore it sold only less copies, yet the dictionary met with the universal acclaim. എന്നിട്ടും എന്ത് ചെയ്തു, ഡിക്ഷണറി യൂണിവേഴ്സൽ അക്ലൈം ആയിട്ട് മാറി. ഇവിടെ കണ്ടില്ലേ, ഇവിടെ ഉപയോഗിച്ചത് ഇത്രയും സെന്റൻസുകളാണ്. ഡിക്ഷണറി വാസ് ലാർജ്, ഹെവി ആൻഡ് എക്സ്പെൻസീവ്. ഇറ്റ് കണ്ടെയ്ൻഡ് 42,773 എൻട്രീസ്. ഇത്രയും നമ്മൾ എഴുതേണ്ട കാര്യമില്ല. ഇല്ലസ്ട്രേറ്റീവ് കൊട്ടേഷൻസ്, സൈസും പ്രൈസും സെയിൽസിനെ ഡിസ്കറേജ് വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. ഇത് പക്ഷെ ഉപയോഗിക്കുന്നത് നിങ്ങളുടെ താല്പര്യമാണ്. പക്ഷെ എത്ര ഉപയോഗിച്ചാലും അത് കടന്നു പോകാൻ പാടില്ല. 85, 86 ആ ഒരു റേഞ്ച് കടന്നു പോകാൻ പാടില്ല. അത് ശ്രദ്ധിക്കണം. എപ്പോഴും മനസ്സിൽ അത് വേണം, അത് കടന്നു പോകരുത് എന്നുള്ളത് വേണം. There were few dictators, but only on the whole the dictionary met with the universal acclaim. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഡിക്ഷണറി ഹെവി എക്സ്പെൻസീവ് ആണ്, അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു, അതിന്റെ കാശ് അതിന്റെ സെയിൽസ് വളരെയധികം കുറഞ്ഞു. എന്നിട്ടും എന്താണ്, the dictionary met with the universal acclaim എന്ന് പറഞ്ഞാൽ അവിടെ നിർത്താം. മനസ്സിലായില്ല, അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഒഴിവാക്കി ആ സെന്റൻസ് അവിടെ അവസാനിപ്പിക്കാം. ഓക്കെ, ഇത് വേണമെങ്കിൽ ഒഴിവാക്കാൻ വേറെ എന്തെങ്കിലും ചേർക്കാം. It took 9 years to complete the dictionary. Moreover, the book is expensive, heavy and large. Therefore, it sold only less copies. Yet, the dictionary met with the universal acclaim. അപ്പൊ ഇത്തരം രീതിയിൽ നിങ്ങൾക്ക് പ്രിസൈസ് അറേഞ്ച് ചെയ്യാവുന്നതാണ്. ഓക്കെ, അത് ശ്രദ്ധിക്കണേ. ഈ മോറോവർ എന്ന വാക്കൊക്കെ ശ്രദ്ധിക്കണം. ഇത്ര 8,
അപ്പൊ ഇത്തരം വാക്കുകളെല്ലാം പൊതുവെ പ്രിസൈസ് ജോയിൻ ചെയ്യാനായിട്ട്, സെന്റൻസുകൾ തമ്മിൽ ജോയിൻ ചെയ്യാനായിട്ട്, വാക്കുകളുടെ എണ്ണം കുറയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്ന വാക്കുകളാണ്. ഓക്കെ, അത് ശ്രദ്ധിക്കണേ. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ. അപ്പൊ ഇത്രയാണ്, ഓക്കെ, അത്രേ ഉള്ളൂ. ഇത്രയാണ് പ്രിസൈസിനെ പറ്റി പറയാനുള്ളത്. പ്രിസൈസ് നിങ്ങൾ വളരെ ഈസിയാന്ന് പറഞ്ഞ് കളഞ്ഞിട്ട് പോകരുത്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. പ്രിസൈസ് പ്രാക്ടീസ് ചെയ്താലേ അതിന്റെ ഒരു ആർട്ട് നമുക്ക് കിട്ടും. പ്രാക്ടീസ് ചെയ്ത് ഉറപ്പായിട്ട് നമുക്ക് പ്രിസൈസിന് നല്ല മാർക്ക് വാങ്ങിക്കാൻ സാധിക്കും. പക്ഷെ പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ അവിടെ ചെന്നിട്ട് ജസ്റ്റ് ഒന്ന് കൺഫ്യൂസ് ആവും. ഓക്കെ, അപ്പൊ നമ്മൾ അതിന്റെ ഒരു ആശയം മനസ്സിലാക്കണം. ആദ്യം വായിച്ച് കൃത്യമായി 1-2 തവണയെങ്കിലും മാക്സിമം വായിച്ച് അതിന്റെ ആശയം മനസ്സിലാക്കി ഇമ്പോർട്ടന്റ് പോയിന്റ്സ് നോട്ട് ചെയ്ത് കൃത്യമായിട്ട് പ്രിസൈസ് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ഈസിയാണ്. പ്രാക്ടീസ് ചെയ്തേ പറ്റുള്ളൂ. ഞാൻ കുറച്ച് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഇടാം പ്രിസൈസ് ചെയ്യാനായിട്ട്. പ്രിസൈസ് ഇമ്പോർട്ടന്റ് ആണ്. പ്രാക്ടീസ് ചെയ്യാനായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഇടാം. നിങ്ങൾ സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അത് ചെയ്യാൻ പറ്റും, നമ്മളെ കൊണ്ട് പറ്റും. അത് ഈസിയാണ്. പ്രിസൈസ് ഓക്കെയാണ്. ഓക്കെ, അടുത്ത നമുക്ക് റീഡിംഗ് കോംപ്രഹെൻഷൻ നോക്കാം. പ്രിസൈസ് പോലെ തന്നെയാണ് റീഡിംഗ് കോംപ്രഹെൻഷൻ. ഓക്കെ, റീഡിംഗ് കോംപ്രഹെൻഷൻ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. എന്തൊക്കെയാണ് റീഡിംഗ് കോംപ്രഹെൻഷൻ നോക്കേണ്ടത്? No rules can be indeed be framed for comprehension, but certain suggestions can of course be given for the same. First, the given passage should be slowly and carefully be read over at least 3 times. ഒരു 3 തവണയെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക? തന്നിരിക്കുന്ന പ്രത്യേക റൂൾസ് ഒന്നും ഇല്ലാട്ടോ, നമുക്ക് ജസ്റ്റ് തന്നിരിക്കുന്ന ഇത് നന്നായിട്ട് വായിക്കുക. Thereafter, the central idea of the passage should be marked out. എന്താണ് അതിൽ പറഞ്ഞിരിക്കുന്നത്? നമുക്ക് എന്തിനാണ് അത് വേണ്ടത്? നമുക്ക് പ്രധാനമായിട്ട് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പൊതുവെ റീഡിംഗ് കോംപ്രഹെൻഷൻ ചോദിക്കാറുള്ളത് ഗീവ് ദ ടൈറ്റിൽ ഫോർ ദ ഗിവൺ പാസേജ്. അതായിരിക്കും പൊതുവെ റീഡിംഗ് കോംപ്രഹെൻഷന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് പൊതുവെ വരാറുള്ളത്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഫസ്റ്റ് ദ ഗിവൺ പാസേജ് ആദ്യം നമ്മൾ നന്നായിട്ട് വായിച്ചിട്ട് എന്ത് ചെയ്യണം? പാസേജിന്റെ സെൻട്രൽ ഐഡിയ നമുക്ക് ടൈറ്റിൽ കൊടുക്കണം അല്ലേ? ടൈറ്റിൽ കൊടുക്കണമെങ്കിൽ സെൻട്രൽ ഐഡിയ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ നമ്മൾ ജസ്റ്റ് വായിച്ചു പോയാൽ പോരാ, ജസ്റ്റ് അവിടെ ഇവിടെ നോക്കിയാൽ പോരാ. നമുക്ക് ഏതല്ല ഓപ്ഷൻസ് ഉള്ളതല്ല, അത് ശ്രദ്ധിക്കണം. നമ്മൾ സ്വന്തമായിട്ട് എഴുതാനുള്ളതാണ്. അതുകൊണ്ട് തുടക്കം മാത്രം നമ്മൾ മുമ്പ് മോഡൽ എക്സാമിന് ചെയ്ത പോലെ വായിച്ച് നോട്ട് ആൻസർ മാർക്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ല, അത് ശ്രദ്ധിക്കണം. ഇവിടെ നമ്മൾ കൃത്യമായിട്ട് ഇതിന്റെ ഐഡിയ മനസ്സിലാക്കണം. ഓക്കെ, അത് ശ്രദ്ധിക്കണേ. എന്താണ്? Thereafter, the central idea of the passage should be marked out. If you read over the passage once again, keeping the central idea in mind, you would easily be able to guess the correct meanings of most of the difficult words and expressions. Okay, അപ്പം ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കുറച്ച് വാക്കുകൾ ഉണ്ടാവും, ചിലപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തതായിരിക്കും. അത് നമ്മൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഗസ് ചെയ്യുക, അത്രേ ഉള്ളൂ. ആഫ്റ്റർ ദാറ്റ് the given questions should be carefully studied, comprehended and answered. എന്നിട്ട് എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് വായിച്ചതിന് ശേഷം എന്ത് ചെയ്യുക? കോംപ്രഹെൻഡ് ചെയ്യുക, ജസ്റ്റ് ആൻസർ ചെയ്യുക, അത്രേ ഉള്ളൂ. While answering the questions on the given passage, it must be kept in mind that the answers must be derived from the passage itself. ആ ആൻസേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ഡിറൈവ് ചെയ്യുന്നത് എങ്ങനെയാണ്? ആ തന്നിരിക്കുന്ന പാസേജിൽ നിന്ന് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ആൻസർ എഴുതാൻ പാടുള്ളൂ. അത് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ സ്വന്തമായിട്ടുള്ള കാര്യങ്ങളൊന്നും എഴുതരുത്. നമുക്ക് അത്യാവശ്യം നമ്മുടെ വാക്കിൽ ഉത്തരം എഴുതാൻ റീഡിംഗ് കോംപ്രഹെൻഷൻ അനുവാദം ഉണ്ടെങ്കിലും ആ പാസേജിന്റെ ഐഡിയ പുറത്തു പോകരുത്. എന്താണ് അത് പറഞ്ഞിരിക്കുന്നത്? പ്രിസൈസ് പോലെ തന്നെ അത് ജസ്റ്റ് അവിടെ സൂചിപ്പിച്ചിരിക്കണം. No answer should be there outside the meaning and thought of the passage. മനസ്സിലായില്ലേ? ആശയത്തിൽ നിന്ന് പുറത്ത് കിടക്കരുത്, അത്രേ ഉള്ളൂ. You should not add your own thought. നിങ്ങളുടെ തന്നെ ആശയത്തെ ഉപയോഗിക്കാൻ പാടില്ല. പ്രിസൈസ് പോലെ എല്ലാം അതുപോലെ തന്നെ. View or opinion in answering any of the questions. You do not have the right expressing your own agreement or disagreement with the thought of the passage. It should be also remembered that your answers must be in full sentences. മനസ്സിലായില്ലേ? ഒരു ഫുൾ സെന്റൻസ് ആയിരിക്കും എപ്പോഴും. നമുക്കിപ്പോ പരീക്ഷയ്ക്ക് നമ്മൾ സ്കൂളിൽ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് എഴുതുന്നത് എങ്ങനെയാണ്? ജസ്റ്റ് 1 വേർഡ് ആയിട്ടാണോ എഴുതുന്നത്? അല്ല. 1 മാർക്കിനാണ് ചോദ്യമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? സെന്റൻസ് ആയിട്ടല്ലേ എഴുതാറുള്ളൂ. അതുപോലെയാണ് ഇവിടെ. ഒരു വാക്ക് 1 വേർഡ് എന്നൊരു സംഭവം ഇല്ല. 1 വേർഡ് ആകപ്പാടുള്ളത് ടൈറ്റിലാണ്. ടൈറ്റിൽ നമുക്കിവിടെ എഴുതേണ്ടത് ഒരു കൃത്യമായിട്ടുള്ള ഒരു സെന്റൻസ് ഉണ്ടായിരിക്കും, സ്ട്രക്ചർ ഉണ്ടായിരിക്കും സെന്റൻസിന്. ഇറ്റ് ഷുഡ് ബി ആൾസോ റിമെമ്പർഡ് ദാറ്റ് യുവർ ആൻസേഴ്സ് മസ്റ്റ് ബി ഇൻ ഫുൾ സെന്റൻസസ്, നോട്ട് മിയർലി ഇൻ ഫ്രേസസ്. എങ്ങനെ? യെസ് ഓർ നോ, ഇങ്ങനെ ഒരു രീതിയിൽ ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ എഴുതാൻ പാടില്ല. അത് നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഒരു സെന്റൻസ്, ഒരു പാരഗ്രാഫ് ജസ്റ്റ് ഒന്ന് നോക്കാം. വി ഡു നോട്ട്, നമുക്ക് വായിക്കാം. ആദ്യം എപ്പോഴും വായിച്ചിട്ടേ നമ്മൾ ക്വസ്റ്റ്യൻസിലോട്ട് പോകാറുള്ളൂ. മറ്റ് പണ്ടത്തെ പോലെ അല്ലേ, നമ്മുടെ OMR ചെയ്യും പോലെ അത് നമ്മൾ അവിടെ എവിടെയും വായിച്ചിട്ടല്ലേ പൊതുവെ ആൻസർ ചെയ്യാറുള്ളൂ. ജസ്റ്റ് വായിച്ചൊന്ന് മനസ്സിലായെങ്കിൽ ജസ്റ്റ് ഓപ്ഷനിൽ നിന്ന് ഉത്തരം എഴുതാൻ അവിടെ സാധിക്കും. പക്ഷെ ഇവിടെ അത് സാധിക്കില്ല. അപ്പൊ നമ്മൾ വായിച്ചേ പറ്റുള്ളൂ. We do not realize adequately to what extent our minds molded by books we read, especially in youth. We have several means by which we acquire knowledge today, that is radio, cinema, newspaper and television, etc. But reading of book is the most ancient and effective of them all. മനസ്സിലായില്ലേ? അപ്പൊ ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലായത്? പുസ്തക വായനയെ പറ്റിയാണ് ഏതാണ്ട് ഇവിടെ പരാമർശിക്കുന്നത്. ഓക്കെ, പുസ്തക വായന നമുക്കിനി നോക്കാം അത് തന്നെയാണോ എന്ന്. Reading a book is different from mechanized instruction. We are never alone when we have book
as our companions. അപ്പോൾ ബുക്കുള്ള സമയത്ത് അത്രയും നമ്മൾ എന്താണ് ഒറ്റയ്ക്കായിരിക്കത്തില്ല. ഓക്കെ, എ ഗ്രേറ്റ് റൈറ്റർ ഹാസ് സെഡ് ദാറ്റ് റിലീജിയൻ ഈസ് വാട്ട് എ മാൻ ഡസ് വിത്ത് ഹിസ് solitariness. അപ്പൊ ഇത് എന്താണ് ഏകാന്തത. ഇറ്റ് ഈസ് നോട്ട് മിയർലി റിലീജിയൻ ബട്ട് ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ, സയന്റിഫിക് ആൻഡ് ഡിസ്കവറി ആൻഡ് ടെക്നോളജിക്കൽ ഇൻവെൻഷൻസ് ദാറ്റ് ആർ the outcome of what man does with his solitariness. Solitariness means ഏകാന്തത. In the modern world we tend to be gregarious beings. കൂട്ടത്തോടെ താമസിക്കാനാണ് നമ്മുടെ മോഡേൺ വേൾഡിൽ എല്ലാവർക്കും താല്പര്യം. When we have a little leisure we run to parties, clubs or other social activities. We are afraid to be alone with ourselves, afraid to stand and stare, much less to sit and think. We are happy with others, not with ourselves. നമ്മുടെ മറ്റുള്ളവരായിട്ട് എപ്പോഴും നിൽക്കാനാണ് നമുക്ക് എപ്പോഴും താല്പര്യം. Pascal tells us that all the evils of the world arise from the fact that men are unable to sit still in a room. Reading book gives us the habit of solidarity, solitary reflection and true enjoyment. Reading book നമുക്ക് എന്ത് തരുന്നു? സോളിറ്ററി എന്ന ഹാബിറ്റ് നൽകുന്നു, അതുപോലെ എന്താണ് ട്രൂ എൻജോയ്മെന്റ് നൽകുന്നു എന്ന് പറയുന്നു. ഓക്കെ, നമുക്കിനി ക്വസ്റ്റ്യൻസ് ഉത്തരം എഴുതാൻ പറ്റുമെന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ആൻസേഴ്സ് ഉണ്ട്, നമുക്കൊരു ബുക്ക് നോക്കി എഴുതിയതാണ്. വാട്ട് ഈസ് ദ ബെസ്റ്റ് മീൻസ് ഓഫ് അക്വയറിംഗ് നോളജ്? ഓക്കെ, എന്താണ് അക്വയറിംഗ് നോളജിനുള്ള ബെസ്റ്റ് മാർഗം? എന്തായിരിക്കും? റീഡിംഗ് ബുക്ക് അല്ലേ. റീഡിംഗ് ബുക്ക് നമ്മൾ നേരത്തെ നോക്കി. ദ ബെസ്റ്റ് മീൻസ് ടു അക്വയർ നോളജ് ഈസ് ത്രൂ ബുക്സ് അല്ലേ. വൈൽ റീഡിംഗ് ബുക്ക് വി കൾട്ടിവേറ്റ് ദ ഹാബിറ്റ് ഓഫ് solitary reflection which is otherwise not possible. നോക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. റീഡിംഗ് ബുക്ക് ഗീവ്സ് us the habit of solitary reflection and true enjoyment എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പൊ നമ്മുടെ ആശയം പോലെ ഇവിടെ എഴുതാം, മനസ്സിലായില്ലേ? അതായത് നമ്മുടെ ഒരു ഇതുപോലെ നമ്മുടെ ഇഷ്ടത്തിന് സെന്റൻസ് എഴുതാം, പ്രിസൈസ് പോലെയല്ല, നമ്മുടെ ഇഷ്ടത്തിന് സെന്റൻസിന് അറേഞ്ച് ചെയ്യാം, പക്ഷെ ആശയത്തിൽ നിന്ന് പുറത്തു പോകാൻ പാടില്ല. ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെ ഇവിടെ എഴുതണമെന്നുണ്ട്. ദ ബെസ്റ്റ് മീൻസ് ടു അക്വയർ നോളജ് ഈസ് ത്രൂ ബുക്സ്. എങ്ങനെയാണ്? ബുക്സിലൂടെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? കൃത്യമായിട്ട് നമുക്ക് നോളജ് അക്വയർ ചെയ്യാൻ സാധിക്കുന്നത്. ഓക്കെ, അതുപോലെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് റീഡിംഗ് എ ബുക്ക് ഗീവ്സ് as the habit of solitary reflection എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് ഇവിടെ ഉപയോഗിക്കാവുന്നതാണ്. While reading the book we cultivate the habit of solitary reflection which is otherwise not possible. In അടുത്ത question, how has man produced the great art, literature, scientific discoveries or technological inventions? Man has produced the great art, literature, scientific discoveries or technological inventions by utilizing his solitariness അല്ലേ. solitariness യൂട്ടിലൈസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മനുഷ്യൻ എന്ത് ചെയ്യുന്നത്? ഇവിടെ കൊടുത്തിട്ടുണ്ട്. A great writer has said that religion that what done with his solitariness. It is not merely religion. Religion മാത്രമല്ല, എന്തൊക്കെയാണ്? ആർട്ട്, ലിറ്ററേച്ചർ, സയന്റിഫിക് ഡിസ്കവറി ആൻഡ് ടെക്നോളജിക്കൽ ഇൻവെൻഷൻ കൂടെ എന്താണ് മാൻ അവന്റെ ഇതുമായിട്ട് എന്ത് ഏകാന്തതയിൽ നിന്ന് പുറത്തു വരുന്നു എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മുടെ സെന്റൻസിൽ വേണമെങ്കിൽ എഴുതാം. Man has produced great art, literature, scientific discoveries or technological inventions by utilizing his solitariness. മനസ്സിലായില്ലേ? നമ്മുടെ സെന്റൻസ് മീൻസ് ആശയത്തിൽ നിന്ന് പുറത്ത് കിടക്കരുത്, വാക്കുകളൊക്കെ നമുക്ക് ഉപയോഗിക്കാം, ഇത്തരം വാക്കുകളൊക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മാൻ ബൈ നേച്ചർ, ഹൈ ആൻഡ് ഹൗ ഡസ് ഹി യൂസസ് ഹിസ് ലേഷ്യർ അല്ലെ. ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് മാൻ ഗ്രിഗേറിയസ് ആണെന്നും ഇൻ ദ മോഡേൺ വേൾഡ് വി ടെൻഡ് ടു ബി ഗ്രിഗേറിയസ് beings. When we have a little leisure we run to parties, clubs or other social activities എന്ന് ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അല്ലേ. അപ്പൊ നമുക്ക് ഇവിടെ എഴുതാം man is gregarious in nature. He does not like to use his leisure as a time of for reflection. On the other hand he seeks the company of the other men in parties or clubs. Okay, ഇത്തരം നമുക്ക് രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ എഴുതാം, പക്ഷെ ഈ നമ്മുടെ പ്രധാന ആശയത്തിൽ നിന്ന് പുറത്തു പോകരുതെന്നേ ഉള്ളൂ. നമ്മുടെ സെന്റൻസിൽ എഴുതാം, കുഴപ്പമില്ല. ഓക്കെ, വാട്ട് ഈസ് ദ കോസ് ഓഫ് ഈവിൾസ് ഇൻ ദിസ് വേൾഡ് അക്കോർഡിംഗ് ടു ഓദർ? അപ്പൊ ഓദറിനനുസരിച്ച് എന്താണ് ഈവിൾസിന് കാരണം? ഇവിടെ പറഞ്ഞിട്ടില്ലേ, ഒരാൾ ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ. Pascal tells that all the evils of the world arise from the fact that men are unable to sit still in a room അല്ലെ. ഈ കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ ഓദറിന്റെ ഇതനുസരിച്ച് നമ്മൾ പറയണം. ഇൻ ദ ഒപ്പീനിയൻ ഓഫ് ഓദർ, ഇങ്ങനെ എഴുതാം. ഇൻ ദ ഒപ്പീനിയൻ ഓഫ് ഓദർ മോസ്റ്റ് ഓഫ് all because man is unable to sit still in a room. ഓക്കെ, അതവിടെ ഉപയോഗിക്കാം. ഇനി വാട്ട് ആർ ദ വ്യൂസ് ഓഫ് പാസ്കൽ ഓൺ ദ ലോൺലെസ് ഓഫ് മാൻ? മനുഷ്യന്റെ മാന്റെ ലോൺനെസിനെ പറ്റി പാസ്കലിന്റെ വ്യൂ എന്താണ്? പാസ്കൽ ഷെയർസ് ദ വ്യൂ ദാറ്റ് മാൻ ഈസ് നോട്ട് കേപ്പബിൾ ഓഫ് സിറ്റിംഗ് അലോൺ ആൻഡ് റിഫ്ലക്ട് അപ്പോൺ ഹിംസെൽഫ്. അതേ കാര്യം തന്നെയാണ്. പാസ്കൽ ടെൽസ് ദാറ്റ് ഈവിൾസ് ഓഫ് ദ വേൾഡ് ഫാക്ട് ദാറ്റ് അൺഎബിൾ ടു സിറ്റ് സ്റ്റിൽ ഇൻ എ റൂം അല്ലെ. എലോൺ ഒരു ഒറ്റയ്ക്കിരിക്കാൻ താല്പര്യമില്ലെന്നും എന്താണ് റിഫ്ലക്ട് അപ്പോൺ ഹിംസെൽഫ്. ഓക്കെ, പാസ്കൽ ഷെയർസ് ദ വ്യൂ ദാറ്റ് മാൻ ഈസ് നോട്ട് കേപ്പബിൾ ഓഫ് സിറ്റിംഗ് അലോൺ ആൻഡ് റിഫ്ലക്ട് അപ്പോൺ ഹിംസെൽഫ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമുക്ക് അവിടെ നിന്ന് കിട്ടിയ ആശയം നമുക്കിവിടെ രേഖപ്പെടുത്താനുള്ള അവകാശം റീഡിംഗ് കോംപ്രഹെൻഷനിലുണ്ട്. ഓക്കെ, അതാണ് അവിടെ നോട്ട് ചെയ്യേണ്ടത്. അപ്പൊ ഇത്രയാണ് നമുക്ക് ഡിസ്ക്രിപ്റ്റീവില് ശ്രദ്ധിക്കേണ്ട 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. എസ്സേയും പ്രിസൈസും അതുപോലെ എന്താണ് റീഡിംഗ് കോംപ്രഹെൻഷനും. ഓക്കെ, അപ്പോൾ ഇത് വളരെയധികം ശ്രദ്ധിച്ച് വേണം പരീക്ഷയ്ക്ക് എഴുതേണ്ടത്. അത് നിങ്ങൾ മറക്കരുത്. ചാടിക്കേറി എഴുതരുത്. ജസ്റ്റ് വായിച്ച് കാര്യം മനസ്സിലാക്കിയതിനു ശേഷം മാത്രം ഏതൊരു എസ്സേ ആയാലും ശരി തന്നെ, പ്രിസൈസ് ആയാലും ശരി തന്നെ,
റീഡിംഗ് കോംപ്രഹെൻഷൻ ആയാലും സമയം എടുത്ത് വായിച്ചു വേണം ചെയ്യാൻ. മൂന്നിനും പ്രാധാന്യമുണ്ട്. 60 മാർക്കിനാണ് പരീക്ഷ. അപ്പൊ മൂന്നിനും ഒരുപോലെ പ്രാധാന്യമുള്ളതാണ്. മിനിമം മാർക്സ് ഫോർ ബീങ് ഇൻക്ലൂഡഡ് ഇൻ ദ റാങ്ക് ലിസ്റ്റ് വിൽ ബി 35% ഓഫ് ദ ഇന്റർവ്യൂ. ഓക്കെ, അത് നോട്ട് ചെയ്യണം. പിന്നെ OMR എക്സാമിനാണെങ്കിൽ 1/4 ആണ് മാർക്ക്, 1/3 അല്ല. PSC പോലെ 1/3 അല്ല, 1/4 ആണ്. എന്ന് വെച്ചാൽ എല്ലാം നെഗറ്റീവ് എഴുതണമെന്നല്ല ഞാൻ പറഞ്ഞത്, 1/4 ആണ് ഡിഡക്ട് ചെയ്തത് മാർക്ക്. ഓക്കെ, അപ്പൊ അത്രയും കാര്യം. പിന്നെ ഇവിടെ ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഇതൊക്കെ. ഇന്ത്യൻ കേരളയുടെ ഫാക്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ, ജനറൽ സയൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി, കറണ്ട് അഫയേഴ്സ്, ഓക്കെ, അത്രയും കാര്യങ്ങളുണ്ട്. അപ്പൊ ഡിസ്ക്രിപ്റ്റീവിന്റെ കാര്യം. ഓക്കെ, അപ്പൊ ഡിസ്ക്രിപ്റ്റീവിന് തയ്യാറായിട്ട് പോകണം. ഞാൻ ഉദ്ദേശിച്ചത് എക്സാം കഴിഞ്ഞ ഉടൻ തന്നെ, ഒരു മിനിറ്റ്, ഓക്കെ, എക്സാം കഴിഞ്ഞ ഉടൻ തന്നെ എന്ത് ചെയ്യും, ഡിസ്ക്രിപ്റ്റീവ് ഉണ്ടായിരിക്കും. ഓക്കെ, അത് നമ്മൾ ഓർത്തിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാൻ. ഓക്കെ, ഓക്കെ അല്ലേ? അപ്പൊ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാമേ. എല്ലാവരും പഠിക്കുന്നുണ്ടല്ലോ അല്ലേ? എല്ലാം റിവൈസ് ചെയ്യണം. ഇനി റിവൈസ് ചെയ്യാനുള്ള സമയമേ ഉള്ളൂ. പുതിയ കാര്യങ്ങളൊന്നും നോക്കരുത്, മാക്സിമം കാര്യങ്ങൾ റിവൈസ് ചെയ്യുക. ഓക്കെ, നന്നായിട്ട് ഇതിന് പഠിക്കണേ എല്ലാവരും, റിവൈസ് ചെയ്യണം മാക്സിമം. ഓക്കെ, ശരി, ബൈ.